നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, വീണ്ടും വീണ്ടും കിരീടധാരണം നടത്തിയിരിക്കുന്നു RCB. ബാക്ക് ടു ബാക്ക് IPL ചാമ്പ്യൻസ്. യെസ്, കിങ് കോഹ്ലി പൊളിച്ചടുക്കിക്കൊണ്ട് ചേസിങ്ങിൽ മുന്നിൽ നിന്നു. അതങ്ങനെയാണല്ലോ, ചേസ് മാസ്റ്റർ ഉണ്ടാവുമ്പോൾ പിന്നെ RCBക്ക് എന്ത് ഭയക്കാൻ. അതും ഒരു പടുകൂറ്റൻ സ്കോറൊന്നുമായിരുന്നില്ല. 155 റൺസ് മാത്രമാണ് GT അടിച്ചിരുന്നത്. 18 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു RCBക്കായിട്ട് കിങ് കോഹ്ലി 42 പന്തിൽ നിന്ന് 9 ഫോറും 3 സിക്സറും അടക്കം 72 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അദ്ദേഹമാണ് ഈ ചേസ് മനോഹരമായിട്ട് മാനേജ് ചെയ്തത്. ആദ്യം ബാറ്റ് ചെയ്ത GT നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് 155 റൺസ് അടിച്ചപ്പോൾ അവരുടെ ഇന്നിങ്സിൻ്റെ തുടക്കമൊന്നും അത്ര മികച്ചതായിരുന്നില്ല. വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വീണു. വാഷിങ്ടൺ സുന്ദറിൻ്റെ ഇന്നിങ്സാണ് അവരെ 150 കടത്തി വിട്ടത്. അതും അദ്ദേഹം തുടക്കത്തിലൊരു ക്യാച്ച്, അത് തേർഡ് അമ്പയർക്ക് കൊടുത്തു. അത്ര ക്ലീൻ ക്യാച്ച് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ് വാഷിങ്ടൺ. 37 പന്തുകളിൽ 5 ഫോർ സഹായത്തോടെ അദ്ദേഹം 50 റൺസ് അടിച്ചു. അവിടെയാണ് GT 150 കടന്നത്. GTക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത സായി സുദർശനും ശുഭൻ ഗില്ലിനും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല. ആദ്യം ഗില്ലും പിന്നാലെ സായി സുദർശനും മടങ്ങി. ഗില്ല് 8 പന്തുകളിൽ നിന്ന് 10 റൺസാണ് അടിച്ചത്. ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ രജത് പട്ടിദാർ പിടിച്ച് പുറത്തായി. സായി സുദർശൻ 12 പന്തിൽ നിന്ന് 12 റൺസ്. ഭുവനേശ്വർ കുമാറിൻ്റെ പന്തിൽ ജിതേഷ് ശർമ്മ പിടിച്ചു പുറത്തായി. നിഷാന്ത് സിന്ധു 20 റൺസ് അടിച്ചപ്പോൾ ജോസ് ബട്ട്ലർ 23 പന്തിൽ നിന്ന് 19 റൺസ് മാത്രമാണ് അടിച്ചത്. അർഷദ് ഖാന് 2 സിക്സറൊക്കെ അടിച്ച് തുടങ്ങിയെങ്കിലും 6 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് മടങ്ങിപ്പോയി. രാഹുൽ തേവാട്ടിയ 7 റൺസ്, ജെയ്സൺ ഓൾഡർ 7 റൺസ്. അതേസമയം വാഷിങ്ടൺ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. റാഷിദ് ഖാൻ 7 റൺസ്. റബാദ അവസാനം 3 പന്തിൽ നിന്ന് 3 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ വാഷിങ്ടൻ്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് 155 റൺസിലേക്ക് എത്തുന്നത്. റഷീദ് സലാം 4 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 23 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 1 വിക്കറ്റ് അദ്ദേഹം നേടിയിരുന്നു. ജോഷ് ഹേസൽവുഡ് 4 ഓവറിൽ 37 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ വെങ്കിടേഷ് അയ്യരാണ് തട്ടുപൊളിപ്പൻ തുടക്കം വിട്ടുകൊടുത്തത്. അദ്ദേഹം അടിച്ച് തൻ്റെ ജോലി ഭംഗിയാക്കിയ ശേഷമാണ് സിറാജിൻ്റെ പന്തിൽ പുറത്താകുന്നത്. 16 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സറും അടക്കം 32 റൺസാണ് അടിച്ചത്. ഈ സീസണിൽ വെങ്കടേഷ് അയ്യരുടെ പ്രകടനം അതെടുത്തു പറയണം. തുടക്കത്തിലൊന്നും അദ്ദേഹം ചിത്രത്തിലുണ്ടായിരുന്നില്ല, അദ്ദേഹം കളിച്ചിരുന്നില്ല, ബെഞ്ചിലിരുന്നയാളാണ്. പക്ഷെ പിന്നീട് അവസരം കിട്ടിയപ്പോൾ ഈ കിരീടത്തിലേക്ക് പോകാൻ RCBയെ സഹായിച്ചതിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. 4 ഫോറും 2 സിക്സും അടക്കം 32 റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങി. നേതൃത്വ പടിക്കൽ 4 പന്തിൽ 1 റൺസുമായിട്ട് കാഗിസോ റബാദയുടെ പന്തിൽ മടങ്ങി. രജത് പട്ടിദാർ 13 പന്തിൽ നിന്ന് 15 റൺസാണ് അടിച്ചത്. കൃണാൽ പാണ്ഡ്യ ആവട്ടെ 1 റൺസുമായിട്ട് മടങ്ങി. ടിം ഡേവിഡ് ക്രീസിലേക്ക്. കിങ് കോഹ്ലി മനോഹരമായിട്ട് തൻ്റെ ജോലി ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നു. ടിം ഡേവിഡ് 17 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 24 റൺസ് അടിച്ചു. ജിതേഷ് 14 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് കോഹ്ലിക്കൊപ്പം വിജയത്തിൻ്റെ സമയത്ത് പുറത്താകാതെ നിന്നു. കോഹ്ലി 42 പന്തുകൾ, മനോഹരമായിട്ടുള്ള ചേസ്, 9 ഫോറും 3 സിക്സും അടക്കം 75 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്ന് മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സർ അടിച്ച് പറത്തിക്കൊണ്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഫോറും പിന്നാലെ സിക്സറും അടിച്ചുകൊണ്ട് ഇൻ സ്റ്റൈൽ മത്സരം അവസാനിപ്പിച്ചു. കിരീടത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയി. യെസ്, ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിരിക്കുന്നു RCB. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എഴുതാം.